പേഴ്സണൽ ട്രെയിനിലും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിനുശേഷം അത്യാവശ്യം ഡിസിപ്ലിൻഡ് ആയിട്ടാണ് കുറച്ച് കാലം ജീവിച്ചത്. അങ്ങനെയാണ് തല്ലുമാലയിൽ ജോയിൻ ചെയ്യുന്ന സമയമായപ്പോഴത്തേക്കും ആ ഒരു ഇതെത്തിയത്. അത് കഴിഞ്ഞ് അടുത്ത് വാശി എന്നുള്ള സിനിമ കോൺട്രാക്റ്റായിരുന്നു, ഒരു മാസം ഈ ഒരു അറൌണ്ട് 40 days ഞാൻ അവിടെ ഉണ്ടായിരുന്നു. സെൽഫി എടുക്കാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് സ്റ്റെപ്പോ പല സൈഡിൽ നിന്നായിട്ട് അവർ കൈ ചൂണ്ടുന്നുണ്ട്. മൊത്തത്തിൽ റൗണ്ട് ചെയ്തൊരു ഹായ് കൊടുക്കുമായിരുന്നു, നല്ലതായിരുന്നു എല്ലാവർക്കും. ഇങ്ങനെയാണോ? ഓക്കെ, അപ്പോൾ ഞാൻ വാശിയുടെ ഷൂട്ടിൽ ഇവിടെയുള്ള സമയത്ത് റഹ്മാൻ ഇടയ്ക്ക് വിളിക്കും. എന്നിട്ട് പറയും മറ്റേ കാലഘട്ടം കഴിഞ്ഞു, ഇനി തുടക്കണം, മുഖം കൊടുക്കണം, കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് അങ്ങനത്തെ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടായിട്ടുണ്ട് സിനിമയിൽ. ഷൈജേട്ടൻ ഇപ്പോൾ എറണാകുളത്ത് ഷൂട്ടിലാണ്, അതുകൊണ്ട് ഇവിടെ വരാൻ പറ്റില്ല. പക്ഷെ ഈ സിനിമയിൽ റിജി എന്ന് പറയുന്ന കഥാപാത്രമാണ് ഷൈജേട്ടൻ ചെയ്യുന്നത്. SI ആണ്. ഈ ഓണമൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കച്ചവടം നടത്താം. ഓക്കെ, നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് എല്ലാവർക്കും ഒരു സെൽഫി എടുക്കാം അല്ലെ? ഓരോരുത്തരുടെ അടുത്ത് നടക്കില്ല. അപ്പൊ ഷൈജേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് റെജി എന്നാണ്. SI ആണ്. ഇതുപോലെ ഒരു എന്താ പറയുക, നമ്മുടെ സൗഹൃദ സംഘത്തിൽ തന്നെയുള്ളതാണ്. സിനിമ കാണുമ്പോൾ അതിന്റെ ആസ്വാദനത്തിന് ദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഥയൊന്നും അധികം പറയുന്നില്ല. പക്ഷെ ഒരു കലക്ക പെർഫോമൻസ് ആണ് പുള്ളിയുടെ. പിന്നെ എനിക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയി ജോയിൻ ചെയ്തത് നീല വെളിച്ചത്തിലായിരുന്നു. അതും ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. പക്ഷെ ഷൈജേട്ടന് ഇവിടെ വരാൻ പറ്റിയില്ല. പക്ഷെ അന്വേഷണവും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. അപ്പോഴേക്കും ശരിക്കും ടൊവിനോ മലബാർ സ്ലാങ് ട്രൈ ചെയ്യോ എന്നൊക്കെയുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ടൊവിനോയ്ക്കും അറിയാം, മാളവിക എന്നൊരു പയ്യന്നൂരുകാരി ഇവിടെ വന്നിട്ടുണ്ട്. ടൊവിനോയോട് മലബാർ സ്ലാങ് എന്താണ് അറിയേണ്ടത്? ഇതാണോ മലബാർ ഭാഷ? ഞാൻ ചോദിക്കാം നിങ്ങൾ എവിടുന്ന് വരുന്നു? എറണാകുളത്ത് ഇന്ന് രാവിലെ നിങ്ങളെ കാണാൻ നല്ല പാങ്ങാന്നല്ല. എന്നെ കാണാൻ നല്ല രസമുണ്ടെന്ന്. അല്ലേ? നല്ല പാങ്ങില്ലേ? പിന്നെന്താ? തല്ലുമാല സിനിമയെ പറ്റി എന്തെങ്കിലും പറയാമോ? അതെ, തല്ലുമാല സിനിമ എല്ലാരും പോയി തിയേറ്ററിൽ പോയിട്ട് കാണണം. നിങ്ങളെല്ലാരും കാണൂലേ? ഞാൻ എന്തായാലും പോയിട്ട് കാണും. അപ്പോ നിങ്ങളെല്ലാരും പോയി കാണണം. നമ്മളെല്ലാരും ടോവിനോന്റെ ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ നിങ്ങളെല്ലാരും പോയി കാണണം കേട്ടാ. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you Pradeep sir. Thank you sir. Thank you Sajeev sir. Thank you so much. പറയാനുള്ളതൊന്നുമില്ല, ചോദിക്കാനുള്ളത്. സുഖമാണോ? എല്ലാവർക്കും സുഖമാണോ? സത്യം, ഇത് 12-ാം തീയതി സിനിമ റിലീസുണ്ട്. ഇതിന്റെ ട്രെയിലറും പോസ്റ്റേഴ്സും പാട്ടും പിന്നെ ഈ സിനിമയിലെ ഞങ്ങളെയൊക്കെ കണ്ടിട്ട് ഈ സിനിമ കാണാനായിട്ട് നിങ്ങൾക്കൊരു ആഗ്രഹം തോന്നുന്നുണ്ടാവും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. ഈ സിനിമ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ 4 പേരോടും പറയുക. താങ്ക് യു സോ മച്ച്. Okay, full തല്ലുമാല ടീമിന്റെ വേദിയിലേക്ക് ഫസ്റ്റ് സോങ്. മാളവികയെ വിജയിയെ നമ്മൾ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്.